വളരെ എളുപ്പത്തിൽ ഒത്തിരി കെയറൊന്നും വേണ്ടാതെ നട്ടു വളർത്താവുന്ന എയർ പ്ലാന്റ്സിനെ പറ്റിയാണ് കേട്ടോ ഞാനിന്ന് നിങ്ങളോട് പറയുന്നത്. ഇതിനെപ്പറ്റി ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാം. അതുപോലെ തന്നെ ഈ പ്ലാന്റ് ആവശ്യമുള്ളവർക്ക് ഇത് വാങ്ങാവുന്നതാണ്. ഇതിൻ്റെ നമ്പറും അവരുടെ ഡീറ്റെയിലും ഒക്കെ ഞാൻ കൊടുക്കുന്നതാണ്. ഇനി പ്ലാന്റിനെ പറ്റി പറയാം. വളരെയധികം ദിവസങ്ങളോളം വെള്ളം ആവശ്യമില്ലാണ്ട് വളരുന്നൊരു ചെടിയാണ് ഈ ഒരു ടില്ലൻസി വിഭാഗത്തിൽപ്പെടുന്ന എയർ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ വീട്ടിലില്ലാത്തൊരു സാഹചര്യത്തിൽ ചെടികളൊക്കെ നനയ്ക്കേണ്ട കാര്യം ഓർത്ത് നമ്മൾ വളരെയധികം ടെൻഷൻ അടിക്കുന്ന ആളുകളുണ്ട്. ഈ ഒരു പ്ലാന്റ് വീട്ടിലുണ്ടെങ്കിൽ ഒട്ടും ടെൻഷൻ വേണ്ട. കാരണം ഒരു 1 വീക്കൊക്കെ കൂടുതൽ ഈ ഒരു പ്ലാന്റ് യാതൊരു കുഴപ്പങ്ങളും ഇല്ലാതെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കട്ടിയുള്ള ഇലകൾ തന്നെയാണ്. ഉണങ്ങിയ ഇലകൾ പോലെയാണ് ഇത് കാണുന്നതെങ്കിലും ഇതിനെ ഒരു ഹാങ് ചെയ്തൊരു വള്ളിയിലേക്ക് തൂക്കിയിടാണെങ്കിലൊക്കെ വളരെ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. പിന്നെ ഇതിൻ്റെ ലീഫുകൾക്കൊക്കെ ഒരു മങ്ങിയ ഒരു വൈറ്റ് ഒരു നിറമാണ്. പിന്നെ ചെറുതായിട്ട് റെഡും പർപ്പിൾ പോലെയൊക്കെയുള്ള ഇലകളുണ്ട്. അതൊക്കെ പൂവിടാറാവുമ്പോഴാണ് ഈ ഇലകളിലൊക്കെ ഇങ്ങനെ ഒരു ചേഞ്ച് കൂടുതലായിട്ട് കാണിക്കുന്നത്. അതുപോലെ ഇത് നട്ടു വളർത്തുന്ന സമയത്തൊക്കെ നമ്മൾ നനയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂമ്പിലൊക്കെ വെള്ളം വീഴാതെ നോക്കണം. അപ്പോഴാണ് ഇത് ചീഞ്ഞു പോകാനൊക്കെ സാധ്യത കൂടുതൽ കാണിക്കുന്നത്. അതുപോലെ വെള്ളം മഴയുടെ സമയത്തൊക്കെ ആണെങ്കിൽ വെള്ളം അത്ര ആവശ്യമില്ല. ഇതിന് വല്ലപ്പോഴും മാത്രം നനയ്ക്കേണ്ട ആവശ്യമുള്ളൂ. നല്ല വെയിലത്താണെങ്കിൽ മാത്രമാണ് ഇടയ്ക്കിടയ്ക്ക് നനയ്ക്കേണ്ട ആവശ്യമുള്ളൂ. അതും വളരെ കുറച്ച് മാത്രം സ്പ്രേ ചെയ്താണ് കൂടുതലും ഇത് നനച്ചു കൊടുക്കുന്നത് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ഇതിനാവശ്യമുള്ള വെള്ളവും ന്യൂട്രിയൻസൊക്കെ ഇത് എയറിൽ നിന്ന് തന്നെ വലിച്ചെടുത്ത് വളരുന്ന ഒരു പ്ലാന്റ് ആയതുകൊണ്ടാണ് ഇതിന് എയർ പ്ലാന്റ്സ് എന്നുകൂടി അറിയപ്പെടുന്നത്. ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ വരുന്ന ചെറിയ തൈകൾ ഉപയോഗിച്ചൊക്കെ നമുക്കിതിനെ നട്ടു വളർത്താവുന്നതാണ്. ഇപ്പോൾ ഈ കാണിക്കുന്നതൊക്കെ സെയിലിന് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു പ്ലാന്റ്സ് ആണ് കേട്ടോ. ഈ ബൗളിലാക്കി വെച്ചിരുന്നതൊക്കെ സെയിലിന് വേണ്ടി റെഡി ആയിരിക്കുന്ന പ്ലാന്റാണ്. ഇതാണ് അതിൻ്റെ സൈസൊക്കെ വരുന്നതും. അതൊക്കെ നിങ്ങൾക്ക് വീഡിയോ ഒന്ന് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇത് നമുക്ക് പല രീതിയിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് അറേഞ്ച് ചെയ്ത് വെക്കാവുന്നതാണ്. വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം ഈ ചെടിയുടെ പല രീതിയിൽ വളരെ മനോഹരമായി അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഫോട്ടോസുകൾ. പിന്നെ ഈ പ്ലാന്റ് വളർത്താൻ താല്പര്യമുള്ളവർക്ക് ഈ പ്ലാന്റ് സെയിൽ ചെയ്യുന്നവരുടെ നമ്പറും അവരുടെ ഡീറ്റെയിലൊക്കെ ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവരെ കോൾ ചെയ്തിട്ട് അവരുടെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം.